ഡേ 2 അറ്റ് തായ്ലൻഡ്. അപ്പം നമ്മൾ ഇന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല കിടിലനൊരു തായ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ്. എനിക്ക് തായ്ലൻഡിൽ പോയിട്ട് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സംഭവം തായ് ഫുഡായിരുന്നു. അപ്പോൾ ഡേ 2 ഹൈലൈറ്റ് കോറൽ ഐലൻഡും അവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസും ആണ്. സോ ഓൺ ദ വേ ടു കോറൽ ഐലൻഡ് നമ്മൾ പോയത് ബിഗ് ബുദ്ധ ടെമ്പിളിലേക്കായിരുന്നു. ഒരുപാട് നേരമൊന്നും നമ്മളവിടെ സ്പെൻഡ് ചെയ്തില്ല. പക്ഷെ നമ്മുടെ കൂടെ ഗൈഡ് ഉള്ളതുകൊണ്ട് അവിടുത്തെ ഓരോ കസ്റ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അവിടുന്ന് നമ്മൾ നേരെ പോയത് കോറൽ ഐലൻഡിലേക്കായിരുന്നു. ഐലൻഡിൽ പോയിട്ടുള്ള വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും ഞാൻ കവർ ചെയ്തില്ല. ബിക്കോസ് വാട്ടർ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഫോൺ നമ്മളൊരു സൈഡിലേക്ക് വെച്ചേക്കായിരുന്നു. നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ഐലൻഡിലേക്ക് പോകാനുള്ള സ്പീഡ് ബോട്ട് റെഡിയായിരുന്നു. സോ ഐലൻഡിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസ് ട്രൈ ചെയ്തത്. നമ്മൾ ആകെ പാരസെയിലിങ്ങും അണ്ടർ സീ വോക്കും മാത്രമേ നമ്മൾ ട്രൈ ചെയ്തു. ബേബിയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും ഒന്നും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്ത 2 ആക്ടിവിറ്റീസ് ആയിരുന്നു അവിടുത്തെ മെയിൻ ഹൈലൈറ്റും ആൻഡ് വർത്തായിരുന്നു. ആക്ടിവിറ്റീസിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസോ റേറ്റ്സോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് DM മീ. അവിടുന്ന് നമ്മൾ നേരെ ലഞ്ച് കഴിച്ച് പോയത് ആർട്ട് ഇൻ പാരഡൈസിലേക്കാണ്, വിച്ച് ഈസ് ആൻ ആർട്ട് ഗാലറി മ്യൂസിയം. അത്യാവശ്യം നമുക്ക് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനും ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ളതൊക്കെ അവിടെ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഐറ്റാണ്. റയു വരച്ച മാനാണ് ഇനി ആ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. അവരവിടെ കുറേ ഇമേജസ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഒരെണ്ണം ചൂസ് ചെയ്ത് അവിടെ ഇരിക്കുന്ന ക്രയോൺസ് യൂസ് ചെയ്ത് നമുക്കത് കളർ ചെയ്ത് അവരെ ഏൽപ്പിക്കാം. അപ്പോൾ അത് അവർ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഒരു കിടിലൻ ഹോട്ടലിൽ കയറി ഡിന്നർ കഴിച്ച് പട്ടായ നൈറ്റ് ലൈഫ് എന്താണെന്ന് ശരിക്കും കണ്ടു. പക്ഷേ ഒന്നും ക്യാപ്ചർ ചെയ്തില്ല. ബിക്കോസ് എൻ്റെ മൈഗ്രെയിൻ എന്നെ കൊണ്ട് പോയി. വാളും പരിചയമായിട്ട് ഞാൻ എൻ്റെ ഡേ ക്ലോസ്